ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് BJP ആയിരുന്നു. പക്ഷെ ആ BJPക്ക് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് വലിയ തിരിച്ചടി നൽകുന്നുണ്ടോ? അതിനൊരു BJPയെ തന്നെ പ്രതിരോധത്തിലേക്കാക്കുന്ന ഒരു സംഭവമായി പോയോ കേന്ദ്ര ബഡ്ജറ്റ്? ഒരിക്കലും എനിക്കത് തോന്നുന്നില്ല. എനിക്കല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കും അത് തോന്നുന്നില്ല. കാരണം ഈ ബഡ്ജറ്റ് കേരള ബഡ്ജറ്റല്ല, കേന്ദ്ര ബഡ്ജറ്റാണ്. കേരളത്തിന് ഒരു തിരിച്ചടി ഇല്ല. പ്രഖ്യാപിച്ചിട്ടുള്ളതിലുള്ള പദ്ധതികളിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ബഡ്ജറ്റെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഏറ്റവും നല്ലതെന്ന് പറയുമ്പോഴും BJPയുടെ സംസ്ഥാന പ്രസിഡന്റായാലും നേതാക്കളായാലും പലതവണ ആവർത്തിച്ചു പറയുന്നത് മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് വലിയ പരിഗണന നൽകുന്നു എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ പരിഗണന നൽകിയപ്പോഴാണ് ഒന്നും ലഭിക്കാത്തത്. അല്ല, ഒന്നും ലഭിച്ചില്ലെന്ന് ആര് പറഞ്ഞു? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണ് പറയുന്നത്, ഇവിടുത്തെ കോൺഗ്രസ്സുകളാണ് പറയുന്നത്. ഇവിടെ ലഭിച്ചു എന്ന് നമ്മളെ യൂസഫ് അലി പറഞ്ഞിട്ടുണ്ട്. യൂസഫ് അലി പോലൊരു വ്യവസായി കേരളത്തിലില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് വന്നതിൽ വ്യവസായ രംഗത്തും പ്രവാസ ലോകത്തിനും ഉത്തേജനം പകരുന്ന ഒരു ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ മേഡം കൊണ്ടുവന്ന ബഡ്ജറ്റ്. സ്വാഗതാർഹമെന്ന് പ്രമുഖ വ്യവസായി യൂസഫ് അലി സാറ് പറയുമ്പോൾ യൂസഫ് അലി സാറിൻ്റെ വ്യവസായവും സംസ്ഥാനത്തെ CPMകാരുടെ വ്യവസായവും കോൺഗ്രസ്സുകാരുടെ വ്യവസായവും നമ്മളൊന്ന് ചിന്തിക്കണം. ഇവരെപ്പോലെ സ്വർണം കട്ടെടുത്തിട്ട് സോണിയ മാമിനെ പിടിച്ച് അവരെ ബന്ധുക്കളെടുത്തുകൊണ്ടെന്ന് വിൽക്കുന്ന വ്യവസായമല്ല. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ ടെക് പ്രസിഡൻ്റ് എന്ന് ഇവരാക്ഷേപിക്കുന്ന ആ വ്യവസായ പ്രമുഖൻ ആവശ്യപ്പെട്ടിട്ടാണ് കേരളത്തിലെ കശുവണ്ടി മേഖലയ്ക്ക് നിർമ്മല സീതാരാമൻ മേഡത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് വ്യക്തമായിട്ടറിയാം, അദ്ദേഹം കൊല്ലത്തെ ലക്ഷങ്ങൾ വരുന്ന കശുവണ്ടി തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ്. ആ കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതിയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്. അവിടെ കശുവണ്ടി കോർപ്പറേഷന് വലിയൊരു നേതാവും ബോർഡിലെ വലിയ ആളുണ്ട്, ചന്ദ്രശേഖർ എന്ന് പറയും. അദ്ദേഹം EDയുടെയും CBIയുടെയും അന്വേഷണ പരിധിയിലുള്ള ഒരാളാണ്. കശുവണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്ന പരമ്പരാഗത കേരളത്തിലെ അണ്ടി വ്യവസായത്തെ, കശുവണ്ടി മേഖലയെ തകർത്ത കുറേ യൂണിയനുകൾ അവിടെ ഉണ്ട്. ഗുരുദാസൻ പോലുള്ളവരുടെ യൂണിയനുകൾ, CITU, INTUC. നിരവധി തൊഴിലാളികൾക്ക് ശമ്പളങ്ങളില്ല, ക്ഷാമബദ്ധയില്ല, ആനുകൂല്യങ്ങളില്ല. അവരുടെ വിഹിതങ്ങൾ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അടയ്ക്കുന്നില്ല. ഈ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇവർ ആക്ഷേപിക്കുന്ന ഈ ടെക് എന്ന് പറയുന്ന ശ്രീമൻ രാജീവ് ചന്ദ്രശേഖർ സാറാണ്. ഇല്ല എന്ന് സ്ഥലത്തെ MP NK പ്രേമചന്ദ്രൻ നിഷേധിക്കട്ടെ. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ അറിഞ്ഞുകൂടാൻ പറ്റാത്ത കാര്യം NK പ്രേമചന്ദ്രൻ ബഹുമാനപ്പെട്ട MP, നല്ലൊരു പാർലമെൻറ്റേറിയൻ, ചന്ദ്രശേഖർജിക്കും അറിയാം ആ കാര്യം. ഇവർ BJP ലെറ്റർ, ഇവിടുത്തെ സംസ്ഥാന സർക്കാരോ കോൺഗ്രസിൻ്റെ ലീഡേഴ്സോ അവിടുത്തെ യൂണിയൻ INTC CITU നേതാക്കളോ ചെയ്യാൻ പറ്റാത്ത കാര്യം BJP സംസ്ഥാന പ്രസിഡന്റ് കൊല്ലം കശുവണ്ടി മേഖലയ്ക്ക് ലെറ്റർ കൊടുത്തതുകൊണ്ടാണ് ആ ബഡ്ജറ്റ് പരിഗണനയിൽ കശുവണ്ടി വ്യവസായത്തിന് അർഹമായ പരിഗണനയും അവരുടെ ക്ഷേമനിധികളും കശുവണ്ടി കൃഷി തന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് പോവുകയാണ്. അവിടുത്തെ എല്ലാ കശുവണ്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ പുത്തൂർ മേഖല, അതുപോലെ നമ്മുടെ കുണ്ടറ മേഖല, എവിടെ നോക്കിയാലും കശുവണ്ടി കൃഷികളായിരുന്നു. ഇപ്പോൾ ഒരിടം കൃഷിയില്ല. ഇവർ ആഫ്രിക്കൻ സൈഡിൽ നിന്ന് കണ്ടെയ്നറിൽ കൊച്ചിയിലും തൂത്തുക്കുടിയിലും അണ്ടി കൊണ്ടുവന്ന് അവിടെ നിന്ന് തങ്കശ്ശേരി കടപ്പുറത്ത് ഇറക്കി അവിടെ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ പോയി അതിനെ ചുട്ട് തല്ലി പരിപ്പാക്കി മസാല ചെയ്ത് തിരിച്ച് അതിനെ എല്ലാം പാക്ക് ചെയ്ത് അമേരിക്കയിലും കാനഡയിലും ഐക്യനാടുകളിലും വരുന്ന ആഫ്രിക്കയ്ക്കും അയക്കുന്നു. അവരുടെ വിചാരം എന്താ? കേരളത്തിൽ കൃഷി ചെയ്യുന്ന അണ്ടിപ്പരിപ്പാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കുന്നു. അല്ല, ഇവിടുത്തെ കശുവണ്ടി വ്യവസായത്തെ തൊലയ്ക്കുകയും
ചെയ്ത ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകൾ ഇന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ആഫ്രിക്കയിൽ നിന്ന് അണ്ടി ഇവിടെ വരുത്തി തല്ലി, ശരിക്കും പറഞ്ഞാൽ വൻ ചതിയാണ് ഇവർ ചെയ്യുന്നത്. കേരളത്തിൻ്റെ അണ്ടിപ്പരിപ്പെന്ന് പറഞ്ഞ് വിദേശത്ത് പോകുന്നത് ആഫ്രിക്കയുടെ അണ്ടിപ്പരിപ്പാണ്. അതിനി ഉണ്ടാവരുതെന്ന് കേരളത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന അണ്ടിപ്പരിപ്പിന് പ്രത്യേക ടേസ്റ്റാണ്. അത് ആഫ്രിക്കയിലെ അണ്ടിപ്പരിപ്പ് തിന്നും പോലെ അല്ല. ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ കേരളത്തിലെ മത്സ്യത്തിൻ്റെ രുചിയല്ല ദുബായിലുള്ള മത്സ്യത്തിൻ്റെ രുചി. അവിടെ ഓയിലിൻ്റെ ടേസ്റ്റുള്ള മത്സ്യമാണ്. അതുകൊണ്ടാണ് ഫിഷ് കേരളത്തിൽ നിന്ന് ഇഷ്ടംപോലെ മോൺട്രിയലിലും ടൊറൻറ്റോയ്ക്കും കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഹോസ്റ്റനും ദുബായിക്കും അബുദാബിക്കും പോകുന്നത്. കാരണം ഇവിടെ നല്ല ഉപ്പിൻ്റെ അംശം ഉള്ള പ്യുവർ മത്സ്യവും അവിടങ്ങളിൽ പിടിക്കുന്ന മത്സ്യത്തിന് ഓയിലിൻ്റെ ടേസ്റ്റ്. അതുപോലെയാണ് കശുവണ്ടിക്ക് നല്ല ഓയിൽ സമ്പുഷ്ടമായ അതിൽ നിന്ന് നമ്മുടെ ഹാർട്ടിൻ്റെ പൾസിന് വേണ്ടിയുള്ള ഓയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കേരളത്തിൽ വികസിപ്പിക്കുന്ന കശുവണ്ടി എന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ട് സായിപ്പന്മാർ. അതുകൊണ്ടാണ് കൊല്ലം കാഷ്യൂവിന് ഇത്രയും ലോകരാജ്യത്തിൽ പേര്. ഇന്നവിടെ കൃഷിയില്ല. എവിടെയാണ് കൃഷിയുള്ളത്? ആ കശുവണ്ടി മേഖലയെ പരിപോഷിക്കുവാൻ BJP ബഡ്ജറ്റിൽ കണ്ടെത്തി. 2 നാളികേരത്തിന് വേണ്ടി ആദ്യമായിട്ടൊരു പദ്ധതി പ്രഖ്യാപിച്ചത് 1ാം നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. നിങ്ങൾ കേരളത്തിലെ തെങ്ങുകൾ മണ്ടരി രോഗം വരുന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ച്, ഇവിടെ എന്തെല്ലാം കേരള സർവകലാശാലയ്ക്ക് കൃഷി കേന്ദ്രങ്ങൾ എവിടെയെല്ലാം ഉണ്ട്. മണ്ണുത്തിയിലുണ്ട്, വെള്ളായണിയിലുണ്ട്. ഇതെങ്ങനെയാണ് ഈ മണ്ടരി ചെള്ളു രോഗം വരുന്നത്, തെങ്ങുകൾ നശിക്കുന്നത്? അതിനൊരു പദ്ധതിയില്ല, അതിനൊരു റിസർച്ചില്ല. ഇന്ന് ആ കേര കർഷകരെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ബഡ്ജറ്റിൽ വക കൊള്ളിച്ചത് ഈ സംസ്ഥാന പ്രസിഡൻറ്റും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നീണ്ട നാളായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണം വന്നാൽ ശ്രീമാൻ AK ആൻ്റണിയുടെ റോഡ് ഷോകൾ മത്സ്യമേഖലയിലെ സഹോദരങ്ങളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി പൂന്തറ നിന്ന് പെരുമാതുറ വഴി, പൂന്തറ പെരുമാതുറ വള്ളക്കടവ് ഭീമാവള്ളി വഴി കോവളം വഴി യാത്രയാണ്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 2-2.5-3 ലക്ഷം CSI വോട്ട് കരസ്ഥമാക്കുവാൻ വേണ്ടി. ഇത്തരം വോട്ടുകൾക്ക് വേണ്ടി പദയാത്രകളും വാഹനയാത്രകളും ഇലക്ഷനിൽ ചെയ്തിട്ട് ഇവർ എന്താണ് ഫിഷർമാൻമാർക്ക് വേണ്ടി ചെയ്ത കാര്യം? അത് BJPയുടെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അതിനു വേണ്ടിയുള്ള ജോർജ് കുര്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനൊരു പ്രത്യേക വകുപ്പുണ്ടാക്കിയിട്ട് ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടി ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് കരമന തുറന്നു. അവിടെ ഇനി ഇതെന്തുകൊണ്ട് ഈ ഓഫീസ് ഡൽഹിയിൽ തുറന്നുകൂടാ? ഗുജറാത്തിലും മറ്റു മേഖലകളിലും കടൽ തീരം ഒരുപാടുണ്ടല്ലോ, അവിടെ തുടങ്ങാമല്ലോ. തിരുവനന്തപുരത്തിൻ്റെ ഫിഷർമാൻമാരുടെ ആവശ്യങ്ങൾ, തിരുവനന്തപുരത്തുള്ള കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി, അവരുടെ ബോട്ടുകൾക്ക് വേണ്ടി പോകുന്ന മണ്ണെണ്ണയും ഡീസലിൻ്റെയും ഇതിനു വേണ്ടി, അവരുടെ കടലമ്മയെ സംരക്ഷിക്കുന്ന ഈ മുക്കുവ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രധാനമന്ത്രി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഒരു ഫിഷർമാൻ ഓഫീസ് തുടങ്ങുവാൻ തീരുമാനിച്ചു. റബ്ബർ കാലാകാലങ്ങളിൽ മാണി സാറിൻ്റെ മകൻ ജോസ്കയും ബാക്കിയുള്ളവരെല്ലാം ഇവിടെ അറിയപ്പെടുന്നത് എന്താ? കേരളത്തിലെ കോൺഗ്രസ് റബ്ബർ കർഷകർക്ക് വേണ്ടിയും കൃഷിക്കാർക്ക് വേണ്ടിയുമാണ്. അതുപോലെ നെല്ല് സംഭരണം, കുട്ടനാട് നെല്ലുകൾ വാരിക്കൂട്ടിയിട്ടിരിക്കുന്നു. അത് മുളച്ച് അത് കർഷകർക്ക് ആകുന്ന അത്ര സംഭരിക്കേണ്ട ആനുകൂല്യങ്ങളോ നെല്ലിനു വേണ്ടിയുള്ള ഇത് വകുപ്പോ പ്രഖ്യാപിച്ചിട്ടില്ല. കൃഷി വകുപ്പ് മന്ത്രി പറയണത് എന്താണ്? കേന്ദ്രം നമുക്ക് പൈസ തരുന്നില്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. പാളയം കോട്ടി സെക്രട്ടേറിയറ്റ് നടയിൽ കർഷകർ സമരം ചെയ്തു. 9 പരം കർഷകർ നെൽ സംരംഭകർ മരിച്ചു. ഇന്നലെ എന്തോ ചീഫ് സെക്രട്ടറിക്ക് ചുമതല കൊടുത്തിരിക്കുന്നു, നെല്ല് സംഭരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഒരു പദ്ധതി തയ്യാറാക്കണം. എന്തേ ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ കുട്ടനാട് നെൽ കർഷകരുള്ളൂ? ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഒരു പാക്കേജുമായിട്ട് ചീഫ് സെക്രട്ടറിയെ ചുമതല ഏൽപ്പിക്കും. അദ്ദേഹം 4-5 ഉദ്യോഗസ്ഥരെ വിളിക്കും, കുറേ ചാനലുകാർക്ക് കാശുവണ്ടിയും ബിസ്ക്കറ്റും കൊടുക്കും, അവരൊരു പബ്ലിസിറ്റി കൊടുക്കും. ഇതാ നെൽ കർഷകരെ രക്ഷിക്കുവാൻ പോകുന്നു. 2 പ്രാവശ്യം കേരളം ഭരിച്ച കർഷകരുടെ പാർട്ടിയല്ലേ, തൊഴിലാളികളുടെ പാർട്ടിയല്ലേ, ബീഡി നിർമ്മിക്കുന്ന കമ്പനിയുടെ പാർട്ടിയല്ലേ? എന്തേ ഈ നെൽകർഷകർക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? നെൽകർഷകർക്ക് വേണ്ട പരിഗണന കൊടുത്തത്
കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻജിയാണ്. കേരളത്തിൽ 1,28,000 കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു. 2.5 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർക്ക് നെൽകൃഷി ചെയ്യുവാൻ വേണ്ടി കാനറ ബാങ്കും SBI വഴി അവർക്ക് പലിശരഹിത വായ്പകൾ കൊടുക്കുവാൻ നിർമ്മലാ സീതാരാമൻ പദ്ധതി അടങ്കൽ തുക പ്രഖ്യാപിച്ചു. ഈ ബഡ്ജറ്റിൽ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഫ്രീ പമ്പ് സെറ്റുകൾ കൊടുക്കുവാൻ കേന്ദ്ര മന്ത്രി ചൗഹാൻജി കേരളത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് പ്രഖ്യാപിച്ചു. അതിനുവേണ്ടി ശ്രീകാര്യത്തുള്ള CTCR എന്ന് പറയുന്ന ഗവേഷണ കേന്ദ്രത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കായംകുളത്തുള്ള ഓഫീസിനെ ചുമതലപ്പെടുത്തി. എന്താണ് നെൽകർഷകരുടെ ആവശ്യങ്ങൾ, അതിനുവേണ്ടി ഒരു കമ്മിറ്റി കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിച്ചു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി നെൽകർഷകരുടെ ഉന്നമനത്തിന് ഇത് ചെയ്തത്. അല്ലാതെ ഇവിടുത്തെ കർഷക തൊഴിലാളി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ഇവർക്ക് ചെയ്തിട്ടില്ല. അടൽ ബിഹാരി വാജ്പേയി ഭരണമുണ്ടായിരുന്ന 2023 കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചു, കർഷകർക്ക് വേണ്ടിയും ടൂറിസത്തിന് വേണ്ടിയും. എന്തേ ആ പാക്കേജിന് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ മുഖവിലക്കെടുക്കാതെ അതിന് വേണ്ട പരിഗണന കൊടുക്കാത്തത്? അതും ചെയ്യാത്തവരാണ് ഇവിടെ. തിരുവനന്തപുരത്ത് താമര വിരിഞ്ഞിട്ടൊന്നും കിട്ടിയില്ല, കേരളത്തിലൊന്നും കിട്ടിയില്ല. കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ ബഡ്ജറ്റാണോ? വലിയ ബുദ്ധിജീവികൾ ഉള്ള CDCയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഐസക് സാറിനെ പോലുള്ളവരുണ്ടല്ലോ. ഇത് കേരള ബഡ്ജറ്റ്, തിരുവനന്തപുരം ബഡ്ജറ്റല്ല, ഇന്ത്യ മഹാരാജ്യത്തെ ബഡ്ജറ്റാണ്. കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും ഹിമാചലം മുതൽ അരുണാചലം വരെയും 7 കേന്ദ്രഭരണ പ്രദേശത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ബഡ്ജറ്റിനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനമന്ത്രി പുത്തരിക്കണ്ടത്ത് വന്ന് പ്രസംഗിച്ചിട്ട് പോയി ഒന്നും കിട്ടിയില്ല എന്ന് നടുമുടി വേണു ഏതോ സിനിമയിൽ പറയുന്ന പോലെ. ഇവർ പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഇവർ പറയുന്നത് പഠന സംവിധാനത്തിൽ തലയിടുന്നു. ഇവരുടെ ജോലി എന്താ? സ്വർണം മോട്ടിച്ച് സോണിയ മാമിൻ്റെ കുടുംബത്തിന് കൊടുത്ത് ഇറ്റലിക്കും ജർമ്മനിയിലും കൊണ്ട് വിൽക്കാനോ? കേരളത്തിലെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നം പരിഹരിക്കൂ. ഇവരല്ലേ പറയുന്ന മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ നീറുന്ന പ്രശ്നം പരിഹരിക്കണം. ഇവിടുത്തെ തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നം എന്ത് പരിഹരിച്ചു? യുവതിയുവാക്കൾക്ക് എന്ത് പ്രശ്നം പരിഹരിച്ചു? അമ്മമാരുടെ പ്രശ്നം എന്ത് പരിഹരിച്ചു? ഇവിടുത്തെ കുടിക്കേണ്ട തിരുവനന്തപുരം നഗരസഭയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുവാനുണ്ടായിരുന്നു. ഏകദേശം 600 കോടി രൂപ കേന്ദ്ര ജല മിഷൻ പീയൂഷ് ഗോയൽ തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് കൊടുത്ത പൈസ ഇവർ ഉപയോഗിച്ചില്ലല്ലോ. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി കൊടുത്ത പൈസ ഉപയോഗിച്ചില്ലല്ലോ. കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പറയുന്ന PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയില്ലല്ലോ. അവസാനമായിട്ട് EMS ഭവന പദ്ധതി എന്ന് പറഞ്ഞ PM-ൻ്റെ ഭവന പദ്ധതിയെ പേരുമാറ്റി ചെയ്തതുപോലെ ആക്സിഡൻ്റ് പറ്റി ഇൻഷുറൻസ് ചെയ്യുന്ന പദ്ധതിയെ പോലും ഇവർ പ്രധാനമന്ത്രി ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് മാറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നു. UP-യിൽ 125 ആക്സിഡൻറ്റുകാർക്ക് പൈസ കിട്ടിയിട്ടുള്ളത്. തൊട്ടടുത്ത സ്റ്റാൻഡിംഗ് ഗവൺമെൻറ് ആക്സിഡൻറ്റുകാർക്ക് പൈസ കിട്ടി. കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ സിദ്ധാരാമയ്യ ആക്സിഡൻറ്റ് പറ്റിയ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പൈസ കിട്ടി. ഈ ബഡ്ജറ്റിൽ വലിയ ബുദ്ധിമാനെന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ധനമന്ത്രി അതിൻ്റെ പേരപ്പാടെ മാറ്റിയിട്ട് ഇവിടെ പുതിയൊരു പേര് കൊണ്ടുവന്ന് കേന്ദ്രത്തിൽ നിന്ന് പൈസ മാറ്റി ചെയ്യുവാൻ പോകും. ഈ വങ്കത്തരം, ഈ ശുഷ്ക ഫോഷ് വരുന്ന 26 മെയ് തിരഞ്ഞെടുപ്പിൽ ജനം ഈ അമ്പലക്കൊള്ള നടത്തുന്ന നവയുഗ ഡിപ്പുമാർക്ക് തിരിച്ചടി കൊടുക്കും. അതിന് കേരള ജനത തയ്യാറായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.